കർണാട്ടിക് സംഗീത പ്രതിഭയായ ഒരു ചെറുപ്പക്കാരൻ കുളത്തൂപ്പുഴയിൽ നിന്നും മദ്രാസിയിലേക്ക് വണ്ടി കയറിയത് പാട്ടുകാരനാകാൻ വേണ്ടിയിട്ടാണ്. റെക്കോർഡിംഗ് സ്റ്റുഡിയോകളുടെയും സംഗീത സംവിധായകരുടെയും പടിവാതിക്കലിൽ ഒരുപാട് മുട്ടിയതിനു ശേഷം ആ സ്വരപൗരുഷം 30ഓളം സിനിമകളിൽ ഗാനങ്ങൾ ആലപിക്കുകയുണ്ടായി. കാലം വീണ്ടും മുന്നിലേക്ക് പോയി. ഗായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങി. എന്നിട്ടും തന്റെ ഘനഗംഭീരമായ ശബ്ദം ഡബ്ബിങ്ങിന് പ്രയോജനപ്പെടുത്തി മദ്രാസിയിലും കോടമ്പാക്കത്തും അദ്ദേഹം പിടിച്ചു നിന്നു. ഒടുവിൽ സാക്ഷാൽ ഗാനഗന്ധർവന്റെ അനുഗ്രഹാശിസുകളാൽ 7 സ്വരങ്ങളും തഴുകി ഉണർത്തിയ സംഗീത സംവിധായകനായി ഒരു പുനർജന്മം. അതുവരെ കേൾക്കാത്തൊരു സംഗീത ശൈലിയുടെ തേനും വയമ്പും ചാലിച്ച പാട്ടുകളിലൂടെ കുളത്തൂപ്പുഴ രവി രവീന്ദ്രനായി, തലമുറകൾ നമിച്ചു നിൽക്കുന്ന രവീന്ദ്രൻ മാഷായി. പാടാൻ ഇവിടെ യേശുദാസ് ഉള്ളപ്പോൾ പാടി രക്ഷപ്പെടാൻ കഴിയുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് തിരിച്ചറിഞ്ഞ ആ പഴയ ഗായകമോഹി യേശുദാസിന് മാത്രം പാടാൻ കഴിയുന്ന പാട്ടുകളുണ്ടാക്കി. അതെല്ലാം ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമായി മാറുകയും ചെയ്തു. അത്ര എളുപ്പം ആർക്കും പാടാൻ കഴിയാത്ത പാട്ടുകളുടെ എത്രയോ പ്രമദവനങ്ങൾ തീർത്ത ആ ഇന്ദ്രജാലക്കാരൻ ഓർമ്മയിലെന്നും രവീന്ദ്രൻ. രവീന്ദ്രൻ മാഷുടെ ദീപ്തമായ ഓർമ്മകൾ നമ്മളുമായി പങ്കുവെക്കുന്നതിന് ഇന്നാദ്യം ഈ ഒരു ദേവസഭാതലത്തിലേക്ക് എത്തുന്നത് പാട്ടും കവിതയും തമ്മിലുള്ള അതിർവരമ്പുകൾ നേർത്ത് ഇല്ലാതാകുന്ന കാഴ്ച മലയാളിക്ക് സമ്മാനിച്ച ഒരു എഴുത്തുകാരൻ. നിരവധി അനവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിലൂടെ രവീന്ദ്രൻ മാഷുടെ പേരിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിച്ച ആ പേരുകാരൻ. ഞാനിങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു ഹിസ് ഹൈനസ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സ്വാഗതം. തിരുമേനി, സ്വാഗതം പരിപാടിയിലേക്ക്. ഒന്നുമല്ല, ഏറ്റവും വലിയ ആള് അത് തിരുമേനി വിനയം കൊണ്ട് പറഞ്ഞോളൂ, ഞങ്ങളങ്ങനെ വിളിച്ചോളാം, കുഴപ്പമില്ല. കലയിലുള്ള ഒരു ബഹുമാനമാണല്ലോ അത്. കലയിലെ കലാപ്രകടനങ്ങളിലെ കണ്ടിട്ടുള്ള ബഹുമാനമാണ്. ശങ്കരാഭരണം പോലൊരു സിനിമ ഇങ്ങനെ ഭാഷയുടെ അതിർവരമ്പുകൾ ലംഘിച്ച് സെമി ക്ലാസിക്കൽ ഗാനങ്ങളിലൂടെ സൂപ്പർ ഹിറ്റ് ആയതിനു ശേഷം അത്തരത്തിലൊരു പരീക്ഷണം പല ആളുകളും സിനിമയിൽ പരീക്ഷിച്ചു നോക്കി, ശ്രമിച്ചു നോക്കി. പക്ഷെ എവിടം കൊണ്ടും അതിനൊരു പൂർണ്ണമായ ഫലം കണ്ടെത്തിയില്ല. ഒരു കുടുംബകഥയിൽ, ഒരു സാധാരണ കഥയിൽ എങ്ങനെയാണ് സെമി ക്ലാസിക്കൽ ഗാനങ്ങളെ ഇത്രയധികം ഉൾപ്പെടുത്തുക എന്നതിൻ്റെ വഴികൾ ആർക്കും തന്നെ മനസ്സിലായില്ല. ആ സാഹചര്യത്തിലാണ് മലയാളിക്ക് അന്നോളം കണ്ടിട്ടുള്ള ഒരു രൂപങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ പാട്ടുകളുമായി ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന് പറയുന്ന ചിത്രം എത്തുന്നത്. രവീന്ദ്രൻ മാഷും കൈതപ്പുറം തിരുമേനിയും ആദ്യമായിട്ട് ഒന്നിച്ച ചിത്രം. ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടും അതും അതിലെ ഗാനങ്ങളുമെല്ലാം വലിയ അത്ഭുതങ്ങളായി നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന് പറയുന്ന ചിത്രത്തിലേക്ക് എത്തുമ്പം ആ സമയത്ത് ഒരുപാട് എഴുത്തുകാരുണ്ട്. എല്ലാവരും പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരാണ്. എല്ലാവരും എഴുത്തുകാരെന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റുകൾ ഒരുക്കിയിട്ടുള്ള നല്ല വാസനയുള്ള എഴുത്തുകാരുള്ളപ്പോഴും ഹിസ് ഹൈനസ് അബ്ദുള്ളയുടെ ഒരു എഴുത്തിലേക്ക് തിരുമേനിയാണ് തിരഞ്ഞെടുക്കപ്പെടുക എന്ന് മാത്രമല്ല, അതിനുശേഷം രവീന്ദ്രൻ മാഷുടെ ശബ്ദത്തിൽ അതിൽ പാടി അഭിനയിക്കാനുള്ള ഭാഗ്യം, അതിൽ അഭിനയിച്ച കഥാപാത്രത്തിന് രവീന്ദ്രൻ മാഷ് ഡബ് ചെയ്യുന്നു, ആ ശബ്ദം കൊടുത്തുകൊണ്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം. അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങളിലൂടെയാണ് തിരുമേനിയുടെ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന് പറയുന്ന ചിത്രത്തിലേക്കുള്ള എത്തൽ. എങ്ങനെയായിരുന്നു ഈ ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ ലിറിസിസ്റ്റ്, ഗാനരചയിതാവായിട്ട് തിരുമേനി എത്തപ്പെടുന്നത്? ആരുടെ തീരുമാനമാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? അത് ലോഹിതദാസിന്റെ തന്നെയായിരുന്നു. പക്ഷേ ലോഹിതദാസ് CB കൂട്ടുകെട്ടിലാണ് ഞാൻ വരുന്നത്. അതിനു മുൻപ് മഹാറാണി ഹോട്ടലിൽ വേറെ ഒരു കമ്പോസിങ്ങിന് സമയത്ത് രവിയേട്ടനെ ഞാൻ അവിടെ വെച്ച് കണ്ടിരുന്നു. കണ്ടപ്പോൾ രവിയേട്ടൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, നമുക്ക് കൂടണ്ടേ, ഞാൻ സംഭവിക്കാൻ പോകണു എന്നോട് പറഞ്ഞു. അത്ഭുതകരമായിട്ടുള്ളൊരു കൂട്ടായ്മയാണ്. എത്രയോ പാട്ടുകൾ, ഗോപിക വസന്തവും പ്രമദവനവും ദേവസഭാതലവും, ഇപ്പോഴും എനിക്കത് ഓർക്കാൻ പറ്റില്ല. അത്രയും രോമാഞ്ചം ഉണ്ടാവുന്ന ഒരു അനുഭവമാണ്. അതെ, ആ അനുഭവങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാൻ തിരുമേനിനെ ഒരുപാട് നിർത്തി ബുദ്ധിമുട്ടിക്കുന്നില്ല. തിരുമേനി ഇരിക്കും.
ഓർമ്മയിലെന്നും. ഈ ഹിസൈൻ അസദുള്ളൊക്കെ ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് ശരിക്ക് വരി എഴുതിയിട്ടാണോ ട്യൂൺ ചെയ്യേണ്ടത്, ട്യൂൺ ചെയ്തിട്ടാണോ വരി എഴുതേണ്ടത് എന്നുള്ള ഇങ്ങനെ തർക്കങ്ങളും ആ രണ്ട് തരത്തിലുള്ള പാട്ടുകൾ നമുക്ക് ഒരുങ്ങിയിട്ടുള്ളത്. ഈ സിനിമയിൽ അങ്ങനെ രണ്ട് തരത്തിലുള്ള പാട്ടുകളുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഏതൊക്കെയായിരുന്നു? അത് അതിന്റെ കഥ തുടങ്ങുന്നത് തന്നെ പിന്നെ രാമനിലയത്ത് വെച്ച് പിന്നെ ഞാൻ ഒരു പാട്ടിന്റെ പല്ലവി ഇങ്ങനെ ലോഹിക്ക് പാടി കൊടുക്കുകയായിരുന്നു. എൻ്റെ ഒരു പാട്ട് ഗോപികാവസന്തം എന്നുള്ളത് വേറൊരു രീതിയിൽ എനിക്ക് പാടാൻ പറ്റില്ല. ഞാൻ അന്ന് വേറൊരു രീതിയിലുള്ള എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പാടി കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതാണ് കഥ എന്നോട് പറഞ്ഞത്. ഇനിയും നമ്മൾ പാട്ട് തുടങ്ങുന്നു. ഈ പാട്ടിലുള്ള കഥയാണ് കഥ. ഗോപികാവസന്തം തേടി വനമാലി, നവനവ ഗോപികാവസന്തം തേടി വനമാലി. അതാണ്. അന്ന് വൈകുന്നേരം ഞങ്ങൾ റിവേറ്റിനടുത്തേക്ക് പോവുകയാണ്. അത് വരി എഴുതിയിട്ടാണ് ആ പാട്ട് അങ്ങനെ ട്യൂൺ ചെയ്തിട്ടുള്ളത്. അതെ. അപ്പൊ ലിറിസിസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ അന്നൊക്കെ ഒരു സിനിമയിൽ ആദ്യം ചെയ്യുക റെക്കോർഡിംഗ് ആണല്ലോ. സിനിമയുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകളിലെ ആദ്യത്തെ ഒരു ടെക്നിക്കൽ പ്രോസസ്സ് തുടങ്ങുന്നത് പാട്ട് റെക്കോർഡിംഗ് എന്ന് പറയുന്നതാണ്. ഇത് റെക്കോർഡ് ചെയ്യുമ്പം ഇങ്ങനെ ഒരു കഥാപാത്രം അഭിനയിക്കേണ്ടത് തിരുമേനിയാണെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നോ? എനിക്കില്ലായിരുന്നു. പക്ഷെ അത് ലോഹി തീരുമാനിച്ചിരുന്നു. തിരുമേനി തന്നെ ചെയ്യുന്നുള്ളത് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞത്. അതിന് ഈ രവിത്തിന മാഷാണ് ശബ്ദം കൊടുക്കുന്നതിനുള്ളതിനൊരു തീരുമാനം ഉണ്ടായിരുന്നു? അന്ന് അറിയില്ല. അറിയില്ല അല്ലേ? ഇല്ല. ആ പാട്ട് രവിയേട്ടൻ പാടാൻ തീരുമാനിച്ചിട്ടില്ല. ആദ്യം പിന്നീടാണ് അത് തീരുമാനിച്ചത്. ഓ, ആദ്യം രവിയേട്ടൻ നല്ലത് പാടാൻ തീരുമാനിച്ചു? അല്ല, അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. അതിനുശേഷം പാടിയിട്ടാണ് ഇതിലേക്ക് വരുന്നത്. ആ ശബ്ദം തന്നെ മതി എന്ന് തീരുമാനിച്ചതാണ്. ദേവസഭാതലം എന്നുള്ള പാട്ടിലോട്ട് വരുമ്പോഴേ ഒരുപാട് രാഗങ്ങളെ കുറിച്ച് ഞാൻ ഇതിൽ വലിയ അറിവുള്ള ഒരാളല്ല കേട്ടോ. ചിലപ്പോൾ ചോദിക്കും എന്തെങ്കിലും മണ്ടത്തരം ചോദിച്ചു പോകാനുള്ള സാധ്യത തള്ളിക്കളയണ്ട. അപ്പൊ ഇത്ര രാഗങ്ങളെ കുറിച്ചുണ്ടല്ലോ. അപ്പം ഇത് ഒന്നിച്ചിരുന്ന് തന്നെയാണോ ഇതെല്ലാം ചെയ്തത്? ഇപ്പൊ ഈ പാട്ട് നമുക്ക് അയച്ചു കൊടുക്കാം, അയച്ചു മേടിക്കാം, അങ്ങനെയൊന്നും പറ്റുന്നൊരു പാട്ടായിരുന്നല്ലോ. ഒരുമിച്ചിരുന്ന് തന്നെയാണ് ചെയ്തത്. എത്ര ദിവസം എടുത്തു ദേവസഭാതലത്തിന്? എനിക്കൊന്നും 1-2 ദിവസമേ ഉള്ളൂ. ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ദാസേട്ടനെ കണ്ടു. ദാസേട്ടൻ തലശ്ശേരി പ്രോഗ്രാമിന് വരുമ്പം ഞാൻ ദാസേട്ടനെ കണ്ട് ഒന്നുകൂടി അതിനെ ചർച്ച ചെയ്തിരുന്നു. ദാസേട്ടനായിട്ട് റിഫൈൻ ചെയ്തു. എന്നിട്ടാണ് ഈ പറഞ്ഞ അതിൽ പറയുന്ന രാഗങ്ങളും കാര്യങ്ങളും രാഗങ്ങളൊക്കെ അവര് തീരുമാനിച്ചിരുന്നു. അതിൽ ലിറിക്കിന്റെ ഭാഗം ചിലത് എനിക്ക് സംശയം ഉണ്ടായത് ഞാൻ ദാസേട്ടനോട് ചോദിച്ചിരുന്നു. അതിനുശേഷം പ്രമദവനം എന്നുള്ള പാട്ടിലോട്ട് വന്നാല് അതിന്റെ ഒരു എഴുത്തും കൺസ്ട്രക്ഷനും ഒക്കെ എങ്ങനെയായിരുന്നു? ശരിക്കും പ്രമദവനം എന്നുള്ള പാട്ട് തുടങ്ങുമ്പോൾ തന്നെ രവിയേട്ടൻ എന്നോട് ഒരു കുമ്പസാരം ചെയ്തു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് തുടങ്ങുന്നത് ഇതേ ട്യൂണിലായിരുന്നു എന്ന് പറഞ്ഞു. അതായത് ഇരുഹൃദയങ്ങൾ എന്ന് പറഞ്ഞൊരു പാട്ട് ഇരുഹൃദയങ്ങളിലൊന്ന് ആ പാട്ട് അതേ ട്യൂണിലാണ് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞ രവിയേട്ടൻ ധൈര്യമായിട്ട് മുമ്പോട്ട് ഞാൻ ശരിയാക്കാറുണ്ട്. അത് 2 പാട്ടാണ്, 2 വരിയാണ്. അല്ല, 2 വാക്കാണ്. ഇരുഹൃദയങ്ങൾ. സമസ്തപദം വന്ന ഇത് അറിയയില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പ്രമദവൻ എന്നൊരു വാക്ക് വന്നപ്പോൾ അത് പോയി. പറഞ്ഞ ഇരുഹൃദയം പ്രമദവനം അതാണ് രവിയേട്ടൻ്റെ സംശയം ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു അത് ഞാൻ തീർത്തോളാന്ന് പറഞ്ഞു. എന്നിട്ടാണ് ആ പാട്ട് വരുന്നത്. അതിന്റെ വരികളിലും എനിക്ക് തോന്നുന്നു ഒരു ഇന്റർവ്യൂല് AR റഹ്മാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് മലയാളത്തിൽ ഇന്നോളമുള്ള പാട്ടുകൾ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പാട്ടുകളിലൊന്നും അദ്ദേഹം എന്നോടും പറഞ്ഞിട്ടുണ്ട്. പ്രമദവനം എന്ന് പറയുന്ന പാട്ടാണെന്ന് പറയുന്നത്. അതിന്റെ വരികളിലും ഈ ഒരു ഞാനിപ്പം ആമുഖത്തിൽ പറഞ്ഞല്ലോ, ഈ കവിതയും ഈണവും തമ്മിലുള്ള ഒരകലങ്ങൾ ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായ ജോലിയുണ്ട്. അപ്പൊ രവിയേട്ടൻ ഇതിങ്ങനെ പറയുമായിരുന്നു, രവീന്ദ്ര മാഷ് പറയുമായിരുന്നോ നമുക്ക് ഈ വാക്ക് മാറ്റാം, പകരം ഒരു വാക്ക് വെക്കാം, അല്ലെങ്കിൽ തിരിച്ച് തിരുമേനി ശേഷം തിരുമേനിയും സംഗീതബോധമുള്ള ആളാണ്, നിങ്ങളുടെ ഒരു ഈ ഇന്ററാക്ഷൻ എങ്ങനെയായിരുന്നു? നമുക്ക് വരി മാറ്റാൻ, ട്യൂൺ മാറ്റാൻ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ അത് ഞങ്ങൾ തമ്മിൽ ഏറ്റവും യോജിപ്പുള്ള ആൾക്കാരായിരുന്നു. പ്രമോദവൻ എന്നുള്ള വാക്ക് വന്നപ്പോൾ തന്നെ രവിയേട്ടൻ വീണു. പിന്നെ എന്തും ചെയ്യാന്ന് പറഞ്ഞു എന്നോട്. ആ വാക്ക് വന്നപ്പോൾ ആ പാട്ട് ക്ലിക്കായി. ആദ്യത്തെ വാക്കിൽ തന്നെ എന്നോട് പറഞ്ഞു. പിന്നെ ഓരോന്ന് പിന്നെ കവിത്വം മ്യൂസിക്കും കൂടി നല്ല ബ്ലെൻഡാവണം. അത് ഞങ്ങൾ രണ്ടുപേരുടെയും ദൈവാധീനം എന്നേ പറയാൻ പറ്റുള്ളൂ. അതിന് വേറൊരു വാക്കില്ല. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയായിരുന്നു. കാരണം അതിൽ ഒരു നായകനെ കുറിച്ചാണ് ഞാൻ പിന്നെ നോക്കിയത്. ആ നായകന് ഐതിഹാസികമായ മാനം ഉണ്ടാക്കുക എന്നുള്ള എൻ്റെ ചുമതല. അതാണ് അതിൻ്റെ ആദ്യത്തെ ചരണത്തിൽ. പിന്നെ രാമായണവും രണ്ടാമത്തെ ചരണത്തിൽ ഭാഗവതവുമാണ്. അത് ഒന്ന്
യമുനയുടെ തീരത്തും അതെ, ഒന്ന് സരയൂ തീരത്തും. ഏതേതോ കഥയിൽ സരയുവില് ഒരു ചുടും എഴുതിയിരിക്കണമാണ് രാമൻ. ആ അല്ല, രാമൻ അയോധ്യയിലെ രാമൻ രാജാവല്ല, സങ്കടത്തിന്റെ മെഴുതിനിർക്കണങ്ങളാണ്. ആ അടുത്ത് യമുനയിലാണ്. യമുനയിൽ വനമലരായി ഒഴുകി നടക്കുന്ന കൃഷ്ണനാണ്. ആ ഇതാണ് ഉവ്വ്. ആ രണ്ട് ക്യാരക്ടേഴ്സിനെ ഞാൻ അവിടെ കൊണ്ടുവന്നതാണ്. ഉം. അത് നായകനെ ഏറ്റവും ഉത്തുംഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അത് എൻ്റെ കഥ, എൻ്റെ ഇതാണ്, എൻ്റെ മാർഗവും ഉദ്ദേശവും ഒക്കെയാണ്. രവിയേട്ടൻ്റെ അത് ഏറ്റവും മാക്സിമം അതിനെ പൊലിപ്പിക്കാനുള്ളതാണ്. ഇത് രണ്ടും കൂടെ ബ്ലെൻഡായതാണ് ആ പാട്ട്. അത് തിരുമേനി എഴുതി, രവീന്ദ്രൻ മാഷ് സംഗീതം കൊടുത്തു, ദാസേട്ടൻ പാടി എന്നൊക്കെ പറയുന്നതോടുകൂടി ഇത് അതെ, ഒരു എതിരില്ലാത്ത ഇതായിട്ട് മാറി. അതിലും ഇന്നും ഞാൻ പറയുന്നത് അതിനോട് എതിരില്ല ആ പാട്ടിന്. ആ അതുപോലെ സംഭവിക്കുകയാണ് ചില പ്രയാസമാണ്. പാട്ടുകൾ. അതെ, കവിയുടെ ഗാന സാമർത്ഥ്യ ലഹരിയിൽ ഒരു നവകനക കിരീടം ഇതണിയുമ്പോൾ ആ അതാണ് ആ രസാമൃത ലഹരിയിലാണ് ഞാൻ ആ കിരീടം അണിയുന്നത്. അത് തിരുമേനിയാണ്. അതെ, കവിയുടെ ഗാനരസാമൃതം ഇത് വരുന്നത്. ഞാൻ ആദ്യം വേണല്ലോ, ചട്ടുക ആദ്യം പായസത്തിന്റെ രുചി അറിഞ്ഞിട്ടേ മറ്റുള്ളവർ അറിയുള്ളൂ. ഉവ്വ്. അതാണ് ആ ചട്ടുക അറിഞ്ഞു അപ്പോഴേ തന്നെ. ഉവ്വ്. തിരുമേനി പിന്നെയും അതൊരു രാജകൊട്ടാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാട്ടുകളൊക്കെയാണ്. അതെ, തിരിച്ച് വീണ്ടും അമരം പോലെ ഒരു സിനിമയിലോട്ടൊക്കെ വരുമ്പം അത് മത്സ്യത്തൊഴിലാളികളും കടലും കടൽക്കരയും വള്ളവും അമരവും അണിയും ഒക്കെ ഉള്ളൊരു സാധനമാണ്. അവിടുത്തെ പാട്ടുകളിലോട്ട് വരുമ്പോ എങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ അതിനു മുമ്പേ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ശരിക്ക്. ഞങ്ങളെ കോഴിക്കോട് കടപ്പുറത്ത് പല കടപ്പുറത്ത് ഞാൻ നടന്നിട്ടുണ്ട്. പിന്നെ പ്രണയത്തിന്റെ ഏറ്റവും മാക്സിമം ആയിട്ടുള്ളൊരു സംഭവം അതിനകത്തുണ്ട്. വേനിളങ്കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പഴമരമായേനെ എന്ന്. അതെ, എന്തിനു വേറൊരു സൂര്യോദയം എന്നുള്ള പാട്ട് ആത്മാവിൻ പുസ്തകത്താളിൽ ഉള്ള പാട്ടാണെങ്കിലും അതിലെ തന്നെ ചിച്ച ചിച്ച എന്നുള്ള പാട്ട് അതൊക്കെ എടുക്കുമ്പോ അതിലെ അറിയുന്നില്ല ആത്മാനുരാഗം അറിയേണ്ട ഒരാൾ മാത്രം പ്രണയം ഫീൽ ചെയ്യുന്ന വരികളാണ്. അതില് ഒക്കെ നിങ്ങളൊരു മ്യൂസിക് ഡയറക്ടറും ലിറിസിസ്റ്റും എന്നുള്ള കോമ്പിനേഷൻ എത്ര ദിവസങ്ങളാണ്? ഞാൻ ഇപ്പൊ ഒരു പാട്ട് പറഞ്ഞു 2 ദിവസം എന്നൊക്കെ എടുത്തു. മാഷുമായിട്ടുള്ള ഒരു ഇരിപ്പ് എല്ലാം ഒന്നിച്ചാണ് വരുന്നത്. പറയട്ടെ, അത് ആ 3 പാട്ടും ഞങ്ങൾ ചെയ്യുന്നത് 3 അല്ല 2 പാട്ട് ചിച്ചാച്ചിച്ച നമ്മൾ നേരത്തെ ചെയ്തു. പക്ഷെ 2 പാട്ട് എന്തിനു വേറെ സൂര്യോദയവും ആത്മാവിൻ്റെ പുസ്തകത്താളും ഇത് രണ്ടും ചെയ്തത് കോഴിക്കോട് വെച്ചാണ്. അത് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഇരിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ പാട്ട് കഴിഞ്ഞിട്ട് ഇവര് വൈകുന്നേരത്തെ ട്രെയിനിന് പോയി. എന്തിനു വേറെ സൂര്യോദയം മുഴുവൻ ചെയ്തിട്ട് അത് കഴിഞ്ഞ് ആത്മാവിൻ്റെ പുസ്തകത്താൾ എഴുതിയിട്ടാണ് പോയത്. അതെ, ഈ കഥയുമായിട്ട് ഈ രവീന്ദ്രൻ മാഷെ കുറിച്ച് പറയുമ്പം അദ്ദേഹം പാട്ടുകളിൽ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. എന്നാൽ ആ സമയം വരെയുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടറുകളും പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിൽ വളരെ നോക്കിയിരുന്നു. പക്ഷെ രവീന്ദ്രൻ മാഷ പല സിനിമകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ജോൺസൺ മാഷോ മോഹൻ സിത്താര സാറോ ഒക്കെയാണ് ഈ പശ്ചാത്തല സംഗീതം പലപ്പോഴും ഒരുക്കി കണ്ടിട്ടുള്ളത്. സിനിമയുടെ പശ്ചാത്തല സംഗീതത്തിൽ അധികം അങ്ങനെ കൈവച്ച് കണ്ടിട്ടില്ല. അത് ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാന്ന് എപ്പോഴെങ്കിലും? അത് അല്ല, രവിയേട്ടന് ഇത് വർക്ക് കൂടുതലുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. രവിയേട്ടൻ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടൊന്നുമല്ല. ഈ വർക്ക് കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ട് അത് മറ്റൊരു ചെയ്തോണ്ട് പ്രശ്നമില്ല എന്നുള്ളത് വിചാരിച്ചത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യാതിരുന്ന കാരണങ്ങളൊന്നും അല്ല. അയ്യോ, വേറൊന്നുമില്ല. കാരണം ഇപ്പം അദ്ദേഹത്തിന്റെ ഒരു സംഗീതത്തെ കുറിച്ച് പറയുമ്പം കളിവിളക്കിന്റെ അവിടെ ഒരു ചെണ്ടയും അവിടെ ഒരു കഥകളിയുടെ ഒക്കെ ഒരു സ്വഭാവം, കളിവിളക്ക് തെളിയുന്നു എന്നൊക്കെ പറയുമ്പം ഇൻസ്ട്രുമെന്റ്സിന്റെ ഉപയോഗമുണ്ടല്ലോ. ഏത് വരികൾക്ക് ഏത് സ്ഥലത്ത് എന്ത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കണം എന്നുള്ള ഒരു അറേഞ്ച്മെന്റ് തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു കാര്യം പറയട്ടെ, ഇപ്പോഴല്ല, അത് കഴിഞ്ഞിട്ട് കമലയാളത്തിന്റെ സമയത്ത് ലോഹി ഞങ്ങൾ 2 പേരും കൂടി കൊണ്ടുപോയി പിന്നെ ഇവിടെ മദ്രാസിലെ കലാക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവിടെ ഇവനെ നോക്കാനൊക്കെ ആക്കിയിരുന്നു. ഒരു വലിയ ഭാരതീയ നൃത്തം കാണാനൊക്കെ കൊണ്ടുവരുന്നു. പക്ഷെ അതിനൊന്നും രവിയേട്ടന് ശ്രദ്ധയുണ്ടായിരുന്നില്ല. കാരണം അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. ഞാനതൊക്കെ ശ്രദ്ധിച്ചു. ഞാനിടയ്ക്ക് പോയി, എനിക്കത് ആവശ്യമായിരുന്നു. രവീന്ദ്രൻ മാഷെ കുറിച്ച് പറയുമ്പോൾ ഇനി ഒരാളിപ്പം നമ്മളോടൊപ്പം ചേരും. അത് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള, അല്ലെങ്കിൽ കേരളം എന്നും അഭിമാനിക്കുന്ന, കേരളത്തെ പ്രതിനിധീകരിച്ച് ഇന്ത്യ ഒട്ടുക്കുമുള്ള എല്ലാ ഭാഷകളിലും നിരവധി അനവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള
ആ മേഖലയിലെ ഒരു ലെജൻഡാണ്. നമുക്ക് ഒരുപോലെ പ്രിയപ്പെട്ട കേരളത്തിന്റെ വാനമ്പാടി എന്ന് പറയുന്ന KS ചിത്ര ചേച്ചി രവീന്ദ്രൻ മാഷെ ഈ അവസരത്തിലൊന്ന് ഓർക്കുന്നു. രവീന്ദ്രൻ മാസ്റ്ററെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ഞാൻ ആദ്യമായിട്ട് മാസ്റ്ററിനെ കണ്ട ഒരു ദിവസം തന്നെയാണ്. ട്രിവാൻഡ്രത്ത് തരങ്കിണി സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഉണ്ണിത്തിരുമനസേ എന്നുള്ളൊരു പാട്ട്, വെൺകൊറ്റക്കുട കീഴിൽ എന്നുള്ളൊരു പാട്ടിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ സമയത്താണ് ആദ്യമായിട്ട് മാസ്റ്ററിനെ പരിചയപ്പെടുന്നത്. അതിനുശേഷം എന്നെ ആദ്യമായിട്ട് ചെന്നൈയിൽ ഒരു ഫിലിമിൻ്റെ റെക്കോർഡിങ്ങിനായിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നതും രവീന്ദ്രൻ മാസ്റ്ററാണ്. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തി, ഒരു സംഗീത സംവിധായകനാണ് രവീന്ദ്രൻ മാസ്റ്റർ. മാസ്റ്ററിൻ്റെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ മാസ്റ്റർ ഒരുപാട് സ്വാതന്ത്ര്യം തരാറുണ്ട് പാടുമ്പോൾ. നമ്മളിൽ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് തന്നെ പലപ്പോഴും പല പാട്ടുകളും നീ പാടിക്കോ, ഇന്ന രാഗത്തിൽ പാടിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിശ്വാസത്തോടെ പല വർക്കുകളും ഏൽപ്പിക്കാറുണ്ട്. പിന്നെ എന്നെ എപ്പോഴും മോളെ എന്നേ വിളിച്ചിട്ടുള്ളൂ. എൻ്റെ ആദ്യത്തെ റെക്കോർഡിങ്ങിന് ഞാൻ ചെന്നൈയിൽ ചെന്ന് കഴിഞ്ഞിട്ട് മാസ്റ്ററിൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയാണ് ലഞ്ച് കഴിച്ചത്. ആദ്യം വന്നിറങ്ങുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എന്നെയും എൻ്റെ അച്ഛനെയും വിളിച്ചുകൊണ്ട് പോകാൻ വന്നതും മാഷ് തന്നെയാണ്. മാഷിൻ്റെ കാറിലാണ് ആദ്യമായിട്ട് ചെന്നൈയിൽ ഒരു ഹോട്ടലിൽ കൊണ്ട് ഞങ്ങളെ അവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് മാസ്റ്റർ പോയി. റെക്കോർഡിങ്ങിൻ്റെ സമയമായപ്പോൾ ഫോൺ വിളിച്ച് വരാൻ പറഞ്ഞു, വണ്ടി അയച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ പോയി ആ റെക്കോർഡിങ് പാടി കഴിഞ്ഞിട്ട് മാസ്റ്ററിൻ്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി ലഞ്ചൊക്കെ വാങ്ങിച്ചത്. അങ്ങനെ അത്ര ഒരു എന്താ പറയേണ്ട എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനം തന്നെ, അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു വ്യക്തിത്വം തന്നെയാണ് മാസ്റ്റർ എൻ്റെ ജീവിതത്തിൽ. ഭരതം, കമലകളം, ഹിസൈനസ് അബ്ദുള്ള, ഇതിലെല്ലാം ചിത്ര ചേച്ചിയുടെയും പാട്ടുകളുണ്ട്. സംശയമില്ല. അതില് ഒരു പാട്ടാണ് MG ശ്രീകുമാർ പാടിയിട്ടുള്ളത്. അതിന് നാദരൂപിണി നാഷണൽ അവാർഡാണ്. അതെ, ആ പാട്ടിന് ഹിസൈനസ് അബ്ദുള്ളക്ക് അല്ലെ. അവാർഡുകളൊക്കെ ഒരുപാട് വാരിക്കൂട്ടിയ സിനിമ. ഓർമ്മയിൽ എന്തും രവീന്ദ്രൻ മാഷ് എന്ന് പറയുന്ന ഈ എപ്പിസോഡിൽ ഇനി നമ്മളോടൊപ്പം കൂടുന്നത് രവീന്ദ്രൻ മാഷ് എന്ന സംഗീത സംവിധായകന്റെ ഇത്തരത്തിലുള്ള സ്വതന്ത്രമായ കലാ അവതരണത്തിന് പലപ്പോഴും അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ഒപ്പം ശക്തമായൊരു പിന്തുണ ഉണ്ടായത് കൊണ്ടാണ്. ആ പിന്തുണ നമുക്കറിയാവുന്ന ഒരാളാണ്. ഹൃദയപൂർവ്വം ബഹുമാനപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു രവീന്ദ്രൻ മാഷിന്റെ പ്രിയപ്പെട്ട പത്നി ശോഭന രവീന്ദ്രൻ. ശോഭ ചേച്ചി, സ്വാഗതം. പല പാട്ടുകളും ഒരുപക്ഷെ ഞങ്ങളെല്ലാവരും കേൾക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു റോ വെർഷൻ ആദ്യം കേട്ടിട്ടുണ്ടാകുക ശോഭ ചേച്ചി ആയിരിക്കും. അങ്ങനെ പാട്ടുകൾ ഏതെങ്കിലുമൊക്കെ വരുന്നതിന് മുമ്പ് പറഞ്ഞോ ട്യൂണോ ഡിസ്കഷനോ ഒക്കെ വീട്ടിൽ ചെയ്യാറുണ്ടായിരുന്നോ രവീന്ദ്രൻ മാഷ്? അതല്ലേ ഒരു മഹാഭാഗ്യം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ മഹാഭാഗ്യം. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങളെക്കായൊക്കെ എത്ര ഭാഗ്യമാണെന്നറിയാമോ, ഒരു പാട്ട് മാഷിന്റെ മനസ്സിൽ വരുമ്പോൾ ആദ്യം കേൾക്കാനുള്ളൊരു ഭാഗ്യം തീർച്ചയായിട്ടും എനിക്ക് തന്നെയായിരുന്നു. കമ്പോസിങ് വീട്ടിലായിരിക്കും കൂടുതൽ നടക്കുക, കൂടുതലും വീട്ടിൽ വെച്ചിട്ടായിരുന്നു കമ്പോസിങ്. വേറെ ഹോട്ടലിൽ ചെയ്യും എങ്കിലും കൂടുതലും ഇഷ്ടം വീട്ടിൽ ചെയ്യുന്നതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പാട്ട് തുടങ്ങുമ്പോൾ ഇതെവിടുന്ന് ഉള്ളിൽ നിന്ന് വരുമ്പോൾ ആ മൂളിപ്പാട്ട് ഒന്ന് കേൾക്കാനുള്ളൊരു ഭാഗ്യം, അതല്ലേ മഹാഭാഗ്യം. വലിയ ഭാഗ്യമാണ് അത്. ഞാനത് പിന്നെ വേറെ കാര്യമുണ്ട്, ഞങ്ങൾക്ക് അന്നപൂർണേശ്വരിയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം തരുന്ന ആളാ. നല്ല സ്വാദോടുകൂടി ഗംഭീരമായിട്ട് ഭക്ഷണം. പ്രണയത്തിന്റെ പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രണയത്തിന്റെ എല്ലാ വിക്രസുകളും കഴിച്ച പാർട്ടിയാണ് ഇവർ രണ്ടുപേരും. ഓഹോ ഓ ആ എന്നോട് പറഞ്ഞിട്ടുണ്ട് രവേട്ടൻ. ഓ അതെ, അന്ന് മാഷൊരു പാട്ടുകാരനായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. സ്വാതി തിരുനാളിലൊക്കെ പഠിച്ചിട്ട് ഗായകനാകാൻ വേണ്ടിയിട്ടാണല്ലോ മദ്രാസിൽ പോയത്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ ഒരു ഗായകനായിട്ടാണ്, ഗായകനെയാണ് സ്നേഹിച്ചത്. ഒരു ഗാനമേള ട്രൂപ്പ് ഉണ്ടായിരുന്നു, തണ്ടർബേർഡ്സ്. രവീന്ദ്രൻ മാഷുടെ നമ്മുടെ ഇപ്പൊ എന്നെ പോലുള്ള ഒരാൾക്ക് നമ്മൾ കാണുന്ന രവീന്ദ്രൻ മാഷക്ക് ഇടാൻ പറ്റിയ ഒരു ട്രൂപ്പിന്റെ പേരല്ല തണ്ടർബേർഡ്സ്. മാഷിന്റെ ട്രൂപ്പ് അല്ല, മാഷ് പാടിയിരുന്ന ട്രൂപ്പാണ്. അതെ, ആ ട്രൂപ്പിൽ പാടുന്ന സമയത്താണ് കാണുന്നത്. തീർച്ചയായിട്ടും അന്നാണ് അവിടുത്തെ അന്നത്തെ ഒരു ഹിറ്റായിട്ടുള്ള സോങ്ങാണ് ശാരി മേരി രാജേശ്വരി. പിന്നെ ഗാനമേള സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതെ, അത് ദാസേട്ടൻ പാടി പടത്തില്. പക്ഷെ അന്ന് രവിയേട്ടൻ സ്വന്തമായിട്ട് എഴുതി മ്യൂസിക് ചെയ്ത പാട്ടായിരുന്നു ആ പാട്ട്. അതെല്ലാം ഓരോ പെണ്ണുങ്ങളുടെ പേരുമാണ്.
അന്നത്തെ ഓരോ ശാരിയും രാജേശ്വരി അതിൽ ചിലരെ എനിക്കറിയാം. അയ്യോ, ആളെ പറഞ്ഞയച്ച് കൊല്ലല്ലേ തല്ലല്ലേ എന്നൊക്കെയുള്ള വരികളൊക്കെ ഉണ്ട് അതിനകത്ത്. അത് സ്വയം പാടി അന്ന് ഈ തണ്ടർബേഴ്സ് ഗ്രൂപ്പിന്റെ ഉള്ളപ്പം ഏറ്റവും ഹിറ്റായിട്ടുള്ള പാട്ട്. ആൾക്കാർ വൺസ് മോർ 2-3 തവണ പാടിക്കും അതൊക്കെ. എന്നിട്ട് നാരങ്ങ കൊടുക്കും. നാരങ്ങയാണല്ലോ ഒന്ന് സമ്മാനം കൊടുക്കുക. അത് കല്യാണത്തിന് പോയാലൊക്കെ നാരങ്ങ ഒരു അതൊക്കെ അങ്ങനെയാണ്. പ്രോഗ്രാം നടക്കുമ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെടുമ്പോൾ വന്നിട്ട് ഇങ്ങനെ ഒരു നാരങ്ങ പിടിപ്പിക്കും. ഒരുപാട് നാരങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോ അന്നത്തെ നല്ലൊരു ഗായകനായിരുന്നു. അതെ, പാട്ടുകാരൻ കഴിഞ്ഞിട്ട് പിന്നെ രവികുമാർ എന്ന് പറയുന്ന നടൻ എത്രയോ സിനിമകളിൽ ഡബ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ പ്രേക്ഷകരിൽ കുറച്ചു പേർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി നമ്മള് അങ്ങാടിയൊക്കെ കാണുമ്പം അനശ്വര നടൻ ജയൻ ട്രോളി പുള്ളേഴ്സ് എന്നൊക്കെ ഡയലോഗ് പറയുന്നതിന് മറുപടി പറയുന്ന രവികുമാർ എന്ന് പറയുന്ന നടന് എത്രയോ സിനിമകളിൽ ശബ്ദം കൊടുത്തത് രവീന്ദ്ര മാഷാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. അതൊരു ഗായകനാകാൻ വേണ്ടിയിട്ട് മദ്രാസിൽ വളരെയധികം അലഞ്ഞ ആളാണ്. വളരെയധികം എല്ലാ മ്യൂസിക് ഡയറക്ടറുടെയും പടിവാതിൽ പോയി ഒന്നാണ്. അപ്പോൾ അതിലൊന്നും ശോഭിക്കാൻ സാധിച്ചില്ല. കുറെ പാട്ടുകളൊക്കെ പാടി, കുറച്ച് കോമഡി പാട്ടുകൾ, ദേവരാമാഷിന്റെ ആടി കളിക്കട കൊച്ചുരാമ, പിന്നെ അങ്ങനെ കുറച്ച് അങ്ങനെ കോമഡി പാട്ടുകളൊക്കെ പാടിയായിരുന്നു. പക്ഷെ സാധിച്ചില്ല. അപ്പോഴത്തേക്ക് ഞങ്ങൾ കല്യാണം കഴിച്ച് ഫാമിലി ആയിരുന്നു. അപ്പം പിന്നീട് ഒരു വരുമാന മാർഗമായിട്ട് കണ്ടതായിരുന്നു ഈ ഡബിങ്. പക്ഷെ അന്നത്തെ ഒരു ഫേമസ് ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു അന്ന് രവികുമാറിന്. ധാരാളം പടങ്ങളുള്ള സമയം. രവികുമാർ അത്രയും പടങ്ങൾ ഹീറോയ്ക്ക് ഡബ് ചെയ്യുന്ന ആളാണ്. അത് മാത്രമല്ല തെലുങ്കിലിരുന്നൊക്കെ എടുക്കുന്ന കമലഹാസന്റെ ഡബിൾ റോളിലെ പടത്തിനൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ ഡബിങ് ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ആ ഡബിംഗ് കഴിഞ്ഞിട്ടാണ് മ്യൂസിക് ഡയറക്ഷനിലോട്ടുള്ള ഒരു ഘട്ടമാണ്. ചർച്ചയിൽ ഇപ്പൊ പലതവണ പറയപ്പെട്ട പാട്ടുകളെല്ലാം ഉണ്ടായ സിനിമയുടെ സംവിധായകൻ നമ്മുടെ ഈ വേദിയിൽ ലോഹിതദാസ് സാറിന്റെ എപ്പിസോഡിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരുന്നു. അന്നും ഈ പാട്ടുകളെ പറ്റിയൊക്കെ ഒരുപാട് പരാമർശിച്ചിരുന്നു. വളരെ ബഹുമാനപൂർവ്വം നമുക്ക് രവീന്ദ്രൻ മാസ്റ്റർ ഓർമ്മകളുമായി പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ സിബി മലയിൽ സാറിന്റെ ഇന്ന് കാണാം. രവീന്ദ്രൻ മാഷുമായിട്ട് ഞാൻ 4 സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് ചെയ്യുന്നത് ഹിസ് ഹൈനസ് അബ്ദുള്ളയാണ്. തുടർന്ന് ഭരതം, കമലദളം, ധനം തുടങ്ങിയ സിനിമകളാണ്. ഒരു സംവിധായകൻ എന്ന നിലയിൽ പാട്ടുകൾ ചിത്രീകരിക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചത് രവീന്ദ്രൻ മാഷയുടെ പാട്ടുകളാണ്. ഹിസൈനസ് അബ്ദുള്ളയിലെ പ്രമദാനമാണെങ്കിലും ഗോപിക വസന്തമാണെങ്കിലും അല്ലെങ്കിൽ ഭരതത്തിലെ രാമകഥ ഗാനലയം, അങ്ങനെ ഓരോ പാട്ടുകളും ഒരുപക്ഷെ നമുക്ക് എക്കാലത്തും ഓർത്തു വയ്ക്കാവുന്ന, ആസ്വദിക്കാവുന്ന പാട്ടുകൾ സമ്മാനിച്ച അദ്ദേഹത്തോടൊപ്പം സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് ദൃശ്യഭാഷ്യം കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്. അദ്ദേഹത്തെ പോലെ ചെയ്ത എല്ലാ പാട്ടുകളും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ചെയ്ത എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റാക്കിയ അപൂർവം സംഗീത സംവിധായകരുള്ള ഒരാളാണ് രവീന്ദ്രൻ മാഷ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ സ്നേഹ പ്രണാമം. ഭരതത്തിന് നാഷണൽ അവാർഡാണ്, നന്ദനം എത്തിയപ്പം സ്റ്റേറ്റ് അവാർഡാണ്. അവാർഡ് നിശകൾക്ക് അവാർഡ് മേടിക്കാൻ പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കൂട്ടത്തിൽ പോകാറുണ്ടായിരുന്നോ? ഞാൻ അങ്ങനെ പോകാറില്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാഷിന് ശേഷമാണ് ഇറങ്ങി തുടങ്ങിയത്. മാഷുള്ള സമയത്ത് പോകാറില്ലായിരുന്നു. കുടുംബം മാത്രമായിട്ടാണ്. മാഷിന് അങ്ങനത്തെ ഒരു നിഷ്കർഷം ഉണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ ഞാൻ അധികം പോയിട്ടില്ല. 3 റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ ഞാൻ ആകെ കണ്ടിട്ടുള്ള 2 റെക്കോർഡിംഗാണ് പോയിട്ടുള്ളൂ. 2 റെക്കോർഡിങ്ങിന് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. പറയുന്നത് നിനക്ക് സ്റ്റുഡിയോയിൽ എന്താ കാര്യം? സ്റ്റുഡിയോയിൽ എന്റെ ജോലിയാണ്, വീട്ടിലാണ് നിനക്ക് ജോലി. അങ്ങനത്തെ വീട്ടിലെ മ്യൂസിക് ഡയറക്ഷനെ പറ്റി പറഞ്ഞപ്പോഴേ ഞാനിങ്ങനെ ഒരു ദിവസം സംസാരിച്ചപ്പം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക പറഞ്ഞു അദ്ദേഹത്തിനെ കൊണ്ട് പാട്ട് പാടിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ജോലി ഈ രവീന്ദ്രൻ മാഷ് ഏറ്റെടുത്തിട്ട് ഒരു ദിവസം വീട്ടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു പാട്ടിന് വേണ്ടി. വാസ്തവമാണ്. അതെ അതെ. പിന്നെ പല്ലവൂർ ദേവനാരായണൻ ഇപ്പൊ ഏതോ ഒരു സ്റ്റുഡിയോയിൽ വെച്ച് പ്രസാദിൽ വെച്ചിട്ട് ഇങ്ങനെ പാടുന്ന ഒരു ഏട്ടം കേട്ടപ്പം മമ്മൂട്ടി നിന്നെ കൊണ്ട് ഞാൻ പാട്ട് പാടിക്കും എന്നൊരു വാക്ക് കൊടുത്തതാ. അത് നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇതിനു വേണ്ടിയിട്ടാണ് ഈ പല്ലവൂർ ദേവനാരായണൻ ഒരു പാട്ട് മമ്മൂട്ടിയെ കൊണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ വീട്ടിൽ തന്നെ ഒരു സ്റ്റുഡിയോ, വീട്ടിൽ തന്നെയാണ് ആ സ്റ്റുഡിയോ ഉള്ളത്. വന്നിട്ട് ഒരു ബാക്കിൽ ചെറിയൊരു സ്റ്റുഡിയോ ആണ്, അവിടെയാണ് മമ്മൂട്ടി വന്നത്. അപ്പം മമ്മൂട്ടിക്ക് ഒരു വിശ്വാസം ഇല്ലായിരുന്നു പാടാൻ പറ്റുമെന്നുള്ള. മമ്മൂട്ടിക്ക് സഭാകമ്പമുള്ള ഒരേ ഒരു സ്ഥലം പാട്ട് പാടുന്നതാ. ഒറ്റയ്ക്കൊക്കെ ചിലപ്പം പാട്ടിനെ കുറിച്ചുള്ള അറിവുണ്ട്, എല്ലാ പാട്ടുകളും ചെയ്യുന്നതും അതിനെ കുറിച്ചിട്ട്. അപ്പം ഈ എപ്പിസോഡ് രവീന്ദ്രൻ മാസ്റ്റർ എപ്പിസോഡ് എന്ന് പറഞ്ഞപ്പോ എന്നെ പറഞ്ഞു എന്നെ കൊണ്ട് പാട്ട് പാടിക്കാനുള്ള
ഇതിൽ കൊണ്ടുപോയിട്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അന്ന് വലിയുണ്ടെന്ന് പറഞ്ഞു ഉമ്മക്ക്. വലിച്ചു വലിച്ചു ഒച്ച പോയി ടെൻഷൻ അടിച്ചിട്ട് എന്ന് പറഞ്ഞു. അത്രയും ഒരു ദിവസം അതെ, മുഴുവൻ ഒരു ദിവസം മുഴുവനും രാവിലെ വന്നിട്ട് ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഇതും വരുന്നില്ല എന്നുള്ള ഒരു ടെൻഷനും വരുന്നുണ്ട്. ആ നേരത്തിൽ എൻ്റെ മോനായിരുന്നു സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയർ, സാജൻ എന്ന് പറയും, എൻ്റെ ഞങ്ങളുടെ മൂത്ത മോൻ, അവനാണ് സൗണ്ട് എഞ്ചിനീയർ. അപ്പോൾ പറഞ്ഞു അങ്കിൾ അവിടെ പോയി ഇരിക്കും, ഞാനിത് റെഡിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവനും മമ്മൂട്ടിയായിരുന്നു ചേർന്ന്. രവിയേട്ടൻ ട്യൂൺ കൊടുത്തെങ്കിലും അവനാണ് ശരിക്കും വന്നിട്ട് കൂടെ ഇരുന്ന് വർക്ക് ചെയ്ത് മമ്മൂട്ടിയെ കൊണ്ടത് പാടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇത് ഞാൻ തന്നെയാണോ പാടിയിരിക്കുന്നത് എന്ന് ചോദിച്ച് ആളാണ്. മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ സിനിമയ്ക്ക് എന്താണോ ആവശ്യം അതിലേക്ക് കിടക്കുന്നു. അപ്പൊ ഈ പാടുന്നതിനെ കുറിച്ചും പാട്ടിനോട് ഭയമുള്ള ആളുകളെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഞാനിവിടെ ഇത്തിരി പെട്ടിരിക്കുകയാണ്. മറ്റു ചില എപ്പിസോഡുകൾ പോലെ അല്ല. പാട്ട് വരുമ്പോൾ പാട്ടിനെ കുറിച്ചും പാട്ടിന്റെ വരിയൊക്കെ അറിയാമെങ്കിലും ഈ പാടുക എന്നൊക്കെ പറയുന്നത് വലിയ ആ കടലിന്റെ തീരത്ത് ഇപ്പോഴും മറ്റേ അനന്തസാഗരത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ ഒരാളെ കൂടെ ഒന്ന് എന്റെ കൂടെ വിളിക്കുകയാണ്. കാരണം അതൊരു സഹായം ഇല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വലിയ പാടായിരിക്കും. പാടാനറിയുന്ന പാട്ടിനെ സ്നേഹിക്കുന്ന ഒരാളും കൂടെ വരിക എന്നത് വളരെ അത്യാവശ്യമാണ്. നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ള മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ചലച്ചിത്ര പിന്നണി ഗായകൻ, സംഗീതത്തിന്റെ അറ്റവും മൂലയും മുറിയും എല്ലാം എവിടെ നിന്ന് ഏത് രാത്രി വിളിച്ചു ചോദിച്ചാലും കാണാതെ പറയുന്ന സുഹൃത്തുക്കളിൽ ഒരാൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, പ്രിയപ്പെട്ട സുദീപ് കുമാർ. സുദീപേട്ടാ നമസ്തേ. നമസ്കാരം. അപ്പോ ഒരു സന്തോഷം പറയട്ടെ, പറയൂ. ഈ സുദീപിനെ ഇൻട്രോഡ്യൂസ് ചെയ്തത് ഞാനാണ്. ആഹാ, അതും ഗംഭീരായി. ആദ്യത്തെ പാട്ട് സിനിമ ആദ്യത്തെ പാട്ട്. പാടുന്നത് അത് രചനയും സംഗീതവും കൈതപ്രസാദിന്റെ അത് താലോലം എന്ന സിനിമ. താലോലം സിനിമയിലെ പാട്ട് വന്നില്ല, പക്ഷെ അതാണ് എന്റെ തുടക്കം. വരാത്തോണ്ടാണ് ഇനി ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാ നമ്മള് പറഞ്ഞപ്പോ ഈ ഹിസ്ഹൈനസ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ നിന്നാണ് ഞാൻ തിരുമേനി ഉണ്ടായിരുന്നത് കൊണ്ട് തുടങ്ങിയത് അവിടെ നിന്നാണ്. എന്നാ ഹിസ്ഹൈനസ് അബ്ദുള്ളക്ക് മുമ്പിലോട്ട് പോയാലും തേനും വയമ്പും മെയ് മാസ പുലരിയിൽ എത്രയോ 7 സ്വരങ്ങളും എന്ന് പറയുന്നത് ചൂള എന്ന് പറയുമ്പോ ഒരു കാര്യം ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. സത്യനന്ദിക്കാട് സാറാണ് അതിലെ ഒരു പാട്ട്, അതിലെ വരികള് എഴുതിയിരിക്കുന്നത്. 2 പാട്ടുകളല്ലേ? 2 പാട്ടുകളിൽ ലിറിക്സ് എഴുതിയത് സത്യനന്ദിക്കാട് സാറാണ്. സാർ എഴുതി, രണ്ടുപേരും എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പുള്ളൊരു രവീന്ദ്രൻ മാഷുടെ പാട്ടുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്നൊക്കെ ഞാൻ പെട്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ എങ്ങോട്ട് പോകും? എനിക്ക് എൻ്റെ ഓർമ്മയിലൊരു, ഞാൻ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് ഈ ചൂള ഇറങ്ങുന്നത്. അന്ന് അത്ര ഈ പാട്ടൊന്ന് ഓർമ്മിച്ച് വെക്കാനുള്ള ഒരു ഇതില്ലെങ്കിൽ പോലും ഇപ്പോഴും സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം എന്ന് പറയുന്നത് ആ പാട്ടും, അതുപോലെ തന്നെ താരകയും മിഴിതളിൽ കണ്ണീരുമായി. അപ്പോൾ യേശുദാസ് സാറിന്റെ ശബ്ദം നമ്മൾ അതിനു മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ വേറൊരു ഡയമെൻഷനിലാണ് നമ്മൾ ആ പാട്ടിൽ കേൾക്കുന്നത്. താരകേ മിഴിതളിൽ കണ്ണീരുമായി താഴെ തിരയുവതാരേ നീ ഏതോ കിനാവിൻ്റെ ഏകാന്ത തീരത്തിൽ ഒലിഞ്ഞുവോ നിൻ പുഞ്ചിരി. അതുപോലെ മറ്റേ പാട്ടും, സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം മന്ദാരക്കാടിനു മൗനം എന്തു പറഞ്ഞാലും എന്നരികിൽ എൻ പ്രിയനെപ്പോഴും മൗനം. സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം മന്ദാരക്കാടിനു മൗനം. രവീന്ദ്രൻ മാഷ്ക്ക് അദ്ദേഹം ചെയ്ത പാട്ടുകൾ ഏതെങ്കിലും പാട്ടുകളോട് ഒരു മമത കൂടുതലുള്ളതായിട്ട് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? പുറത്തൊരു ചോദ്യം ചോദിച്ചാൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് എപ്പോഴും എല്ലാം എന്നൊക്കെ പറയുള്ളായിരിക്കും. അങ്ങനെ തന്നെയാണ് പറയാറ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും, ഒന്ന് പറയും പിന്നെ അടുത്ത് പറയും, അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. ചോദിക്കും ഒരച്ഛനോട് മക്കളെ ആരോടാ കൂടുതൽ സ്നേഹം ചോദിക്കാൻ പാടില്ല. പിന്നെ ഈ മോഹന കുഞ്ഞുങ്ങൾ കുറെ ഉണ്ട്. അതെ, മോഹന കുഞ്ഞുങ്ങൾ മോഹന രാഗത്തിൽ ഒരുപാട് പാട്ടുകൾ, അതെല്ലാം ബെസ്റ്റാണ്, സൂപ്പറാണ്.
അത് എല്ലാം നമ്മൾ വിചാരിക്കും ഡിഫറെന്റ് ആണ് എന്തായാലും അല്ലേ? ദേവരാജ മാസ്റ്ററുടെ കുറേ പാട്ടുകളുണ്ട് മോഹനത്തിൽ അല്ലേ, ഒരു 32 പാട്ടുണ്ട്. അതിനോടൊന്നും ഒരു ബന്ധമില്ലാതെ മോഹനം ഏറ്റവും സിമ്പിൾ സ്കെയിലാണല്ലോ, ഒരു 5 സ്വരങ്ങളേ ഉള്ളൂ. ആ സ്വരങ്ങൾ വെച്ചിട്ട് ഇപ്പൊ കൈതപ്രസാദിന്റെ രചനയിൽ ഒരുപാട് കളിവീട് ഉറങ്ങിയല്ലോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം, അങ്ങനെ കുറെ പാട്ടുകൾ തിരുമേനി സംഗീതം സംഗീതം ചെയ്തിട്ടുള്ള പാട്ടുകളാണ്. തിരുമേനി വരി എഴുതിയിട്ടുള്ളതല്ലാത്ത രവീന്ദ്രൻ മാസ്റ്റർ പാട്ടുകളിലെ 2 പാട്ട് പെട്ടെന്ന് തിരുമേനിയോട് ആലോചിക്കാൻ സന്ധ്യക്ക് ഞാൻ പറയും, എനിക്ക് അത്ര ഇഷ്ടമായത്. പിന്നെ തേനും വയമ്പോ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മോഹന കുഞ്ഞുങ്ങളിൽ ഏറ്റവും മനോഹരൻ, ഏറ്റവും സുന്ദരനായ ഒരു കുഞ്ഞെന്ന് പറയുന്നത് തിരുമേനിയുടെ രചനയിൽ മാഷയുടെ ഏതോ നിദ്രതൻ. അത് തിരുമേനി തന്നെയല്ലേ? അതാണ് അതെ, അതാ ഞാൻ പറഞ്ഞത്. മോഹനത്തിൽ എന്ന് പറഞ്ഞപ്പോ മാഷ് മോഹനത്തിന്റെ പല കളേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളറാണ് അസാധ്യ പ്രണയത്തിന്റെ ഭയങ്കര സംഭവം. അതാ പിക്ചറൈസിങ് നല്ല ഇതാണ്. അയാൾക്ക് കഥ എഴുതുകയാണെന്ന് പറയുന്നതാണ്. മാത്രല്ല രവീന്ദ്രൻ മാഷ് ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞില്ല, അതായത് ഈ പെട്ടെന്ന് വെസ്റ്റേണിലോട്ട് പിടിക്കുക എന്ന് പറയുന്നത് ഒരു നമ്മൾ സെമി ക്ലാസിക്കൽ പാട്ടുകളാണല്ലോ അദ്ദേഹത്തിന്റെ നമ്മൾ പെട്ടെന്ന് ഓർമ്മയിൽ നമുക്ക് വരിക. എന്നാലും ഇപ്പോൾ ധനത്തിലെ പാട്ട് ആനയ്ക്കെടുപ്പത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ബീച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് വെസ്റ്റേൺ പാട്ട് പോലെ കുറെ ഇൻസ്ട്രുമെന്റ്സ് മാളിക വാതിൽ അവിടേക്ക് എത്തുമ്പോഴത്തേക്ക് അതിലൊരു വെസ്റ്റേൺ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്ന പരിപാടി. എന്തിനു വേറൊരു സൂര്യോദയത്തിലല്ലേ, അതിന്റെ ഓർക്കസ്ട്രേഷനിലൊക്കെ എന്തിനു വേറൊരു സൂര്യോദയത്തിലൊക്കെ ഫ്ലൂട്ടിങ് വരുമ്പോ നമുക്ക് എന്തോ ഒരു ഭയങ്കര രോമാഞ്ചം ഉണ്ടാവും. വെസ്റ്റേൺ ഒന്നും പഠിച്ചിട്ടുള്ള ആളല്ല, പഠിച്ചിട്ടില്ല, വെസ്റ്റേൺ പഠിച്ചിട്ടൊന്നുമില്ല. കർണാടിക് മ്യൂസിക് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ മാഷിന് നോട്ട്സ് മനസ്സിലാവുമായിരുന്നു, അദ്ദേഹത്തിന് അത് അറിയാമായിരുന്നു ശരി പറഞ്ഞു കൊടുക്കാനും. ഈ അയാൾ കഥ എഴുതുകയാണ് പറയുമ്പം ആകാശത്ത് ഒരു അറബിക് സ്വഭാവം, ആരോഗ്യ സ്വഭാവം. അല്ല, അതിന്റെ ഓർക്കസ്ട്രേഷനിൽ അറബിക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൃഷ്ണാനി ബേഗനെ ഭാരം എന്നുള്ള കർണാട്ടിക് കൃതിയുടെ ഒരു ചുവട് പിടിച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇപ്പം തിരുമേനിയുടെ പാട്ടുകളിൽ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പാട്ടുകളിലൊക്കെ തന്നെയും മാഷ് ചെയ്യുമ്പോൾ ഇത് വെസ്റ്റേൺ എന്നല്ല. പിന്നെ കൈതപ്രസാദിന് അറിയാം, അദ്ദേഹം കർണാട്ടിക് മ്യൂസീഷ്യൻ കൂടിയാണല്ലോ. കർണാട്ടിക് സംഗീതം ആധികാരികമായിട്ട് എന്റെ കൃത്യമായ അടിസ്ഥാനത്തിൽ പഠിച്ച പിന്നെ വെസ്റ്റേൺ മ്യൂസിക് പഠിച്ചില്ലെങ്കിൽ അത് മനസ്സിലാക്കാനും ചെയ്യാനും സാധിക്കും. മാഷക്ക് അങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നു. വരികളോടൊപ്പം തന്നെ സംഗീതബോധം കൂടെ ഉള്ളത് കൊണ്ടാണ്. അതിനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. കമല് ആദ്യം പറഞ്ഞിരുന്നു ഈ ആ പാട്ടിന്റെ ഇതില് കുറെ ഭയങ്കര ഒരു വയലൻസിന്റെ ഒരു സംഭവം ഇടയിലുണ്ടായിരുന്നു. അപ്പൊ പിന്നെ മാറ്റിയതാ, പാട്ടിന്റെ ഭംഗി കൊണ്ട് പിന്നെ മാറ്റിയതാ. ഇവർക്ക് ആക്സിഡന്റ് പറ്റുന്നതും ഇതൊക്കെ അതിൽ കാണിക്കാനുണ്ടായിരുന്നു. വേണ്ട അത് പിന്നെ കുഴഞ്ഞ് വീഴുന്ന അത് മാത്രമാക്കി ഈ പാട്ടിലെ വിഷ്വലിൽ വയലൻസ് വരുന്നൊരു കാര്യം പറയുമ്പം ഒരു കാര്യം ഇവിടെ ഈ അവസരത്തിൽ അത് പറയാൻ പറ്റില്ല. നമ്മൾ പെട്ടെന്ന് ഓർക്കില്ലെങ്കിലും നമ്മൾ രവീന്ദ്രൻ മാഷെ പറ്റി പറയുമ്പോ ഹരിമുരളീരവം എന്ന് പറയുന്ന ഒരു പാട്ട് ഉറപ്പായിട്ടും നമ്മൾ പറയണം. ആ പാട്ടില് 2 കൊലപാതകമുണ്ട്, ഓർമ്മയുണ്ട്? അതിന്റെ വിഷ്വലിന്റെ ബീജത്തില് 2 കൊലപാതകമുണ്ട്. നമുക്ക് ഹരിമുരളീരവം എന്ന് പറയുന്ന ഒരു പാട്ട് നമ്മൾ ഒരു ക്ലാസിക്കലായിട്ട് അതിന്റെ വിഷ്വൽ വരുമ്പം അതെ, അത് ബോംബെയിലെ ഒരു ദാദ പോയി ഒരു കല്യാണ വീട്ടിൽ കയറി ചെയ്യുന്നത്. അഭിമന്യുവിലെ പാട്ടുകളില് അതെ അങ്ങനത്തെ ഒരു സ്റ്റോറി അങ്ങനെ ആയിരുന്നു. അല്ല, അഭിമന്യു എന്ന് പറഞ്ഞ സിനിമ കൈതപ്രം സാറിന്റെയും രവീന്ദ്രൻ മാസ്റ്ററുടെയും കോമ്പിനേഷനിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. രാമായണക്കാറ്റെ പോലെ ഒരു പാട്ട് നമുക്ക് ഇത്രയും വർഷത്തിന് ശേഷം സ്റ്റേജിൽ അത് എപ്പോഴും ആ ഇറങ്ങിയ വർഷത്തെ അതേ സ്പിരിറ്റോട് കൂടി ആള് പാടുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു പാട്ടാണ് അല്ലെ. പിന്നെ ഞാൻ എപ്പോഴും സാറിനോട് തന്നെ ചോദിക്കാറുണ്ട്, എന്താണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു കാറ്റിനെ കുറിച്ചല്ലേ, രാമായണക്കാറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റ്. അത് ഞാൻ അതിലേക്ക് വരുമ്പോ ഒന്നുകൂടെ തിരുമേനിയോട് ഞാൻ നേരത്തെ അമരത്തിനെ പറ്റി പറഞ്ഞപ്പോൾ നൗകയെ പറ്റി പറഞ്ഞല്ലോ. ഈ രാമായണക്കാറ്റ് ബോംബെയിലാണ് നടക്കുന്നത്. അവിടെ രാഖി ബന്ധനങ്ങളിൽ സൗഹൃദങ്ങൾ പടർന്നു വരും എന്നൊരു വരി അതിനകത്ത് എഴുതുക എന്ന് പറയുന്നത് അത് പലരും തെറ്റിച്ച് രാത്രി ബന്ധനങ്ങൾ രാഖി ബന്ധനത്തിന്റെ ആണ്. അതുപോലെ ഈ ഹോളി സെലിബ്രേഷന്റെ ഒരു അറ്റ്മോസ്ഫിയറിലാണല്ലോ ആ പാട്ട്, രാഖി ബന്ധനവും ഈ ബോംബെയുടെ ഇത് കാണിക്കാൻ. അതിൽ വേറൊരു പാട്ടുണ്ട്, ഗണപതി ബപ്പ മോറിയ, മംഗളമൂർത്തി മോറിയ. അത് പിന്നീട് കുറെ ഇങ്ങോട്ട് അരയന്നങ്ങളുടെ വീട് എന്ന് പറയുന്ന പൂക്കുന്ന നാട്ടിൽ അതിലും അതിനകത്ത് ഹോളിയുടെ അത് പക്ഷെ ഗിരീഷേട്ടൻ എഴുതിയതാണ്. എഴുത്തല്ല, സംഗീതത്തിന്റെ പറയുന്നത്. സംഗീതത്തിലും
ഈ ബോംബെ ആണോ ഹോളി. ഈ കഥാപാത്രം അതൊരു എഴുത്തുകാരനാണെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും ജനസഭയിലും ഹിന്ദി പാട്ട് ചെയ്തില്ലേ? അതെ തൂപ്പടി, തൂപ്പടി മാഷാ അല്ലാ, അതെ. തുബടി മാഷാ അല്ലാ കഹേ അബ്ദുള്ള. അത് ടപ്പേന്ന് പറഞ്ഞ ഹിന്ദിയിൽ നിന്ന് ഇത് മലയാളത്തിലോട്ട് ചാടുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതെ, നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോ കേരളത്തിലോട്ട് വന്നിട്ട് ഇങ്ങനെ ഈ ട്രെയിൻ കേരള സംസ്ഥാനത്തിലോട്ട് കയറുന്നില്ല, കൊന്നപ്പൂ പൂക്കുന്ന ആ പാട്ട്. മറ്റേ പാട്ടില്. അതെ അതെ. ആ, ശരിക്കും അഭിമന്യുവിലെ പാട്ടുകൾ നോക്കുമ്പോൾ അതിലേറ്റവും ആ പാട്ട് ഒന്ന് ഗണപതി ബപ്പ മോറിയ ഒരു ആഘോഷത്തിന്റെ ഈ ഗണേശോത്സവത്തിന്റെ പാട്ട്, അതുപോലെ ഈ നമ്മൾ പറഞ്ഞ പാട്ട് രാമായണക്കാറ്റ് എന്ന് പറഞ്ഞത് ഒരു ആഘോഷത്തിന്റെ പാട്ട്. അതിലേറ്റവും മനോഹരമായ പ്രണയഗാനം ഉള്ളതാണ് കണ്ടു ഞാൻ മിഴികളിൽ. അയ്യോ ഭയങ്കര എം ജി ശ്രീകുമാരേട്ടന്റെ കരിയറിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് അതാണ്. അതിൽ എല്ലാ പാട്ടും എം ജി ശ്രീകുമാരനാണ് പാടിയിരിക്കുന്നത്. കൺമണി തിങ്കള് നിൻ കളങ്കം കാശ്മീര കുങ്കുമ നീ സുമംഗലിയാകും ദീർഘ സുമംഗലിയാകും. ആശംസയാണ്. ആശംസയാണ്. അത് ഒരു പക്ഷെ ഇതിന്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആണ്. നമ്മളിപ്പം ഇതിപ്പോ റിഹേഴ്സൽ ചെയ്തല്ലോ നമ്മൾ മിണ്ടെന്ന്. ഇത് മലയാളിയുടെ ബ്ലഡില് മിക്സ് ചെയ്ത് വിട്ടേക്കാണ്. അരിച്ചെടുത്താൽ ഇതെല്ലാം വരും. അല്ലാതെ സ്വർണ്ണത്തരികൾ കിട്ടും, അതിൽ സ്വർണ്ണത്തരികൾ കിട്ടുന്ന അവസ്ഥയിലുള്ള സൃഷ്ടികളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ അവസരത്തില് രവീന്ദ്രൻ മാസ്റ്റർ ഒരു പാട്ട് പാടി സിനിമയിൽ വളരെ ജനകീയനായി എത്തിയ ഒരാൾ, നമുക്കെല്ലാം പ്രിയപ്പെട്ട ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാൾ, പ്രിയപ്പെട്ട ഗായകൻ ബിജു നാരായണൻ. രവിയേട്ടനെ ഓർക്കും. എൻ്റെ സിനിമാ സംഗീത ജീവിതം തുടങ്ങുന്നത് രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതത്തിലൂടെയാണ്. അല്ല, അദ്ദേഹത്തിൻ്റെ പാട്ട് പാടിയിട്ടാണ് മലയാള ചലച്ചിത്ര രംഗത്തേക്ക് വരുന്നത്. അതൊരു വലിയൊരു ഭാഗ്യമായിട്ടും നിമിത്തമായിട്ടും കരുതുകയാണ്. മാഷുടെ ഒരുപാട് നല്ല ഗാനങ്ങൾ പാടുവാനുള്ള ഭാഗ്യമുണ്ടായി. പിന്നീട് ചൈതന്യം, മലയാള മാസം, ചിങ്ങം 1, എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ, വടക്കുംനാഥൻ, അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടാൻ സാധിച്ചു. അതേപോലെ തന്നെ ഒരുപാട് നല്ല സീരിയലുകൾ, അമൃതയിൽ തന്നെ ടെലികാസ്റ്റ് ചെയ്ത പകൽ വീട് എന്ന സീരിയലിലെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ, ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ്, അതൊന്നും ഒരിക്കലും മറക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള സ്റ്റേജ് പ്രോഗ്രാംസിലൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ഇന്നും മനസ്സിൽ ഫ്രഷായിട്ട് തന്നെ ഈ അടുത്ത കാലത്ത് നടന്ന പോലെ തന്നെ നിൽക്കുകയാണ്. 10 വെളുപ്പിന് മുറ്റത്തു നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. മാഷുടെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ ഹൃദയാഞ്ജലി. മലയാള സംഗീത സാഹിത്യ ഗാനരചയിതാക്കൾ അല്ലെങ്കിൽ പാട്ടെഴുത്തിലെ ഒരു താരമായി, അല്ലെങ്കിൽ പാട്ടെഴുത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങുന്ന ഒരു ഏരിയയിൽ അതിന്റെ പ്രഥമ ഗണനീയനായി വന്ന ഒരാളുടെ മകൻ, നിരവധി പാട്ടുകൾക്ക് വരികൾ എഴുതിയിട്ടുള്ള ഒരാൾ, എഴുത്തുകാരൻ, വളരെ സ്നേഹപൂർവം ഈ ഒരു ഓർമ്മ പുതുക്കലുകൾക്ക് വീണ്ടും പുതുമകൾ സമ്മാനിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു വളരെ പ്രിയപ്പെട്ട വയലാർ ശരത്ചന്ദ്രവർമ്മ. ശരത്തേട്ടാ നമസ്കാരം. നമസ്കാരം. ശരത്തേട്ടനും കൂടെ വന്നതോടുകൂടി നമുക്ക് എനിക്കൊരു ധൈര്യമായി. സുദീപേട്ടനുണ്ട്. ഇതിനകത്ത് 2 കാര്യമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചത് ഇതൊരു രവീന്ദ്ര മണ്ഡല കാലമാണ്. അതിലെ തന്ത്രിയാണിത്. അക്ഷരം കൊണ്ട് അദ്ദേഹത്തെ അഭിഷേകം ചെയ്യുന്നു. ഉറക്കപാട്ടും ഉണർത്തുപാട്ടും പാടുന്ന ദാസേട്ടന്റെ പ്രതിനിധി അദ്ദേഹം ഉണ്ട്. ഭാര്യ പ്രഭയ, ശരിക്കും പ്രഭാവ്. അതെ, ശാസ്താവിന്റെ എന്ന് പറഞ്ഞാൽ പ്രഭയ്ക്ക് വരെ ശോഭ എന്നുള്ളൊരു അർത്ഥമുള്ളൂ. അർത്ഥം മാത്രമേ വരുന്നുള്ളൂ. ഇതിനിടയ്ക്ക് ഞാൻ പമ്പയില് മസാല ദോശക്കട നടത്തുക. അതൊക്കെ ആയിക്കോളും. പമ്പയില് കോൺട്രാക്ട് ബേസിസില് നാളികേര വിൽപ്പനയും മസാല ദോശയും എന്താ ഞാൻ ഏതെങ്കിലും ഞാൻ ആ മസാല ദോശ തിന്നിട്ട് ഒരു ദിവസം നിരീക്ഷണം മുകളിൽ കയറാറുണ്ട്. അങ്ങനെ ഇവിടെ എത്തി. അതെ, തിരിച്ചങ്ങനെ ഇറങ്ങി പോയത് തന്നെ. അത് ഗംഭീരായി. ഒരു പടമാണ് ഞാൻ ഒറ്റ പടം, ഒരു പടം ചെയ്തുള്ളൂ. രണ്ടാമത്തെ പടം ചെയ്യാൻ ഒരവസരം വന്നു. രഞ്ജിത്തിന്റെ തന്നെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്ന പത്മകുമാറിന്റെ അമ്മക്കളെ കൂട്. അപ്പം എന്നെ അതിനകത്ത് പെടുത്താൻ പറ്റി പറഞ്ഞു. ചിലപ്പോൾ എന്നല്ല, രവീന്ദ്രൻ മാസ്റ്ററെ ഇതിനെ പിടിക്കാൻ ചൂണ്ടയ്ക്ക് പിടിച്ചു നിർത്താനായിട്ട് തിരുമേനി ചേട്ടനെ പറ്റുള്ളൂ. അതുകൊണ്ട് ശരത്തിനെ എടുക്കുന്നില്ല. കാര്യം ഡയറക്ടർ പുതിയ ആളാണ്. അപ്പം അതുകൊണ്ട് തിരുമേനി ചേട്ടൻ തന്നെ ഉള്ളൂ. അതുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു കോഴിക്കോട് നിന്ന്.
പിന്നെ ഞാൻ ചെല്ലുമ്പോഴേ മാഷ് പറഞ്ഞത് വന്നിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ഓർക്കണം, ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്പുറവും ഉള്ള നാട്ടിലേക്കാണ്. കോഴിക്കോട് വെച്ചിട്ടാണ് ഞാൻ മിഡിരണ്ടിൽ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. അവരുടെ ഒരു മാനസികമായിട്ട് അനുഗ്രഹം മേടിച്ചിട്ട് ഇരിക്കാവൂ എന്ന് പറഞ്ഞ് അങ്ങനെ തിരുവനന്തപുരം മനസ്സുകൊണ്ട് ഗിരീഷ് അവിടെ വന്നു. പിന്നെ ഒന്നാമതേ ചെന്നപ്പോഴേ എനിക്ക് പേടി, എന്നെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് പേടിയായി. കാര്യം രഞ്ജിത്ത് എന്ന സംവിധായകൻ രവീന്ദ്രൻ മാഷ് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ചെന്നപ്പോഴേ എനിക്ക് തോന്നുന്നത് ഈ പിന്നെ തമ്പിച്ചേട്ടൻ്റെ പാട്ടായിരുന്നു, തിരുവനന്തപുരത്തെ പറ്റി പറയുന്നില്ല, പൂക്കളം കാണുന്ന പൂമരം പോലെ ഇങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹം. ഇങ്ങനെ നിൽക്കുകയില്ല 6 അടി പൊക്കത്തിൽ. എഴുന്നള്ളിക്കാൻ ഒരു നെറ്റിപ്പട്ടം കിട്ടിയാൽ എഴുന്നള്ളിക്കാനും കൊള്ളാമെന്ന് വരില്ല. പക്ഷേ എന്നോടുള്ള സമീപനം വളരെ സൗമ്യവും വാത്സല്യം നിറഞ്ഞുമായിരുന്നു. അതുകൊണ്ടൊക്കെ കാര്യം എൻ്റെ ആദ്യത്തെ ഒരു എഴുത്താണ്. അതിന് മുമ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ കൂടിയും ഞാൻ സ്വതന്ത്രമായിട്ട് ദൂരെ മാറിയെന്ന് ചെയ്യുന്നത്. മറ്റേ ദേവരായ മാഷിന്റെ ആദ്യത്തെ അനുഗ്രഹം ഉണ്ടായിരുന്നു കൂടി ഇതുണ്ടായിരുന്നു. ആദ്യത്തെ പടത്തിൽ തന്നെ ശരത്തേട്ടൻ എഴുതിയ ആ 3 പാട്ടുകളും ആ 3 പാട്ടുകളും എവർഗ്രീൻ ഹിറ്റ്സ് ആണ്. കഞ്ചമാണ്, നെഞ്ചിലുള്ള കിളിച്ചൊല്ലി, എല്ലാം അറിയുന്ന പ്രായമായില്ലേ, ഉഗ്രമേട്ട. അതുപോലെ അതില് മറ്റൊരു പാട്ട് ഓമനെ തങ്കമേ എന്ന പാട്ടുണ്ടല്ലോ. ആ പാട്ട് ഇറങ്ങിയ സമയത്ത് എനിക്ക് ആ പാട്ട് കേട്ട് പഠിച്ചിട്ട് ഇതിന്റെ ഒരു വാക്ക് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. ശരത്തേട്ടനെ ഫോണിൽ വിളിച്ചു ചോദിച്ചു, ശരത്തേട്ടൻ എന്താണ് ഈ പൂവലംഗം? പൂവലംഗം എന്നൊരു വാക്കുണ്ട്. അപ്പൊ ശരത്തേട്ടൻ പറഞ്ഞു പൂ പോലെയുള്ള അംഗം എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു തന്നതായിട്ട് ഞാൻ ഓർമ്മിക്കുന്നു. ഈ ആദ്യം എനിക്ക് ട്യൂണിട്ട് എഴുതുന്ന ആദ്യത്തെ പിന്നെ സിനിമ എനിക്ക് ഇപ്പം ആദ്യത്തെ ഈ ഓമനയെ തങ്കമേ ട്യൂൺ മാഷ് തന്നു. ഞാൻ 3 അക്ഷരത്തിന്റെ 2 വാക്കാണ് തുടങ്ങുന്നത്. നീ ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും നല്ല 2 പെണ്ണുങ്ങളുടെ പേര് ഓർത്തോളം പറഞ്ഞു. അങ്ങനെ ഓർത്തു. പക്ഷെ അങ്ങനെ 2 പേരും ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അറിഞ്ഞത്. അത് ഒരാളുടെ നമ്മുടെ നാട്ടിലെ ആളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് തങ്കം എന്നും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അനിയത്തിന്റെ പേര് ഓമനെന്ന് എഴുതി കഴിഞ്ഞെങ്കിലും ചേട്ടാ ശരത്തെ എന്തിനാണ് 2 പേരും കൂടെ വേണമെന്ന്. പക്ഷെ എന്നെ അതിന് വഴി തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ മാഷാണ്.